സഖാവ് പിണറായി വിജയൻ CPM ഇസ്രായേലിനെ എതിർത്തു, അതിശക്തമായി എതിർത്തു. കാര്യം എന്ത്? കേരളത്തിൽ ഒരൊറ്റ ജൂതനും വോട്ട് ചെയ്യാനില്ല. പക്ഷേ പിണറായി വിജയൻ വെള്ളാപ്പള്ളിനെ എതിർക്കൂല, കാരണം ഇവിടെ വോട്ട് പോയി പോകും. PC ജോർജിനെ എതിർക്കൂല, കാര്യം എന്ത്? ഇവിടെ വോട്ട് പോയി പോകും. ഈ സമീപനം ആർക്കും മനസ്സിലാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു ചെലവുമില്ലാത്ത സദ്ദാം ഹുസൈന് പിന്തുണ കൊടുക്കും. ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ വന്നാൽ സംവരണം മറ്റെന്തെങ്കിലും കാര്യം അത് നിൽക്കൂല. നിങ്ങൾ ഒരു മുടക്കുമില്ലാത്ത വൈകാരികതയെ അഡ്രസ് ചെയ്യാൻ തയ്യാറാണ്. ഇസ്രായേലിനെ നിങ്ങൾക്ക് ശക്തമായിട്ട് എതിർക്കാൻ, ജൂതന്മാരുടെ വോട്ടും കിട്ടാൻ പോണില്ല, ഇവിടെ ഒരു പ്രശ്നം കിട്ടാനില്ല, ഉള്ള വോട്ട് മുസ്ലിങ്ങൾക്കാണ്, അത് അടിച്ചു മാറ്റാൻ ഇതൊക്കെ പറ്റുമോ എന്നാലോചിക്കാം. നിങ്ങൾ ആലോചിച്ചു നോക്ക്. PC ജോർജിന്റെ അറസ്റ്റ് പോകട്ടെ, വെള്ളാപ്പള്ളിയുടെ പേരിലെ കേസൊക്കെ പോകട്ടെ, കേസൊന്നും നിങ്ങൾ എടുക്കണ്ട. വെള്ളാപ്പള്ളി പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടോ? എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങള് മെനഞ്ഞാൻ ഈ വൃത്തികേട് മുഴുവൻ അയാൾ പുലമ്പിയിട്ട് അയാൾ പറയുന്നൊരു കാര്യം എന്താ അറിയോ? ഞാൻ അധികം പറയണില്ല, VS അച്യുതാനന്ദൻ പറഞ്ഞ അത്ര ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ്. അതിനേക്കാൾ വലിയൊരു തോന്നിയാസം വേറെ പറയാനുണ്ടോ? VS പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ സഖാക്കളെ, നിങ്ങൾ നെഞ്ചത്തു കൈവച്ചാലോചിക്ക്. ഞങ്ങൾ കഴിഞ്ഞ ഒരു 5-10 മാസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വഴിവെട്ടുകയാണ്. ആർക്ക്? സംഘപരിവാറിന്, BJPക്ക്. ഏതുപോലെ? ലവ് ജിഹാദ് പോലെ, ഒരുപാട് പ്രശ്നങ്ങളെ പോലെ നിങ്ങൾ വഴിവെട്ടുകയാണ്. മലപ്പുറത്ത് സുജിത്ത് എന്ന് പറയുന്ന ഒരു ഓഫീസറെ കൊണ്ടുവന്ന് നിങ്ങളിപ്പോൾ DGP ആക്കാൻ വേണ്ടി അവതരിപ്പിക്കുന്ന അജിത്തിനെ ഉപയോഗിച്ച് മലപ്പുറം ജില്ലയിൽ നിങ്ങൾ ഉണ്ടാക്കിയ കള്ളക്കണക്കുകൾ വെച്ച് ഇതേ സഖാവ് പിണറായി വിജയൻ ഹിന്ദു പത്രത്തിൽ ഒരു ലേഖനവും അഭിമുഖവും കൊടുത്തപ്പോ ഞങ്ങൾ പറഞ്ഞു, ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും.